പിള്ളേരുടെ നൂലൊളിപ്പിക്കരുത്. ഞാൻ അറിഞ്ഞോണ്ട് പിള്ളേരെ നൂലൊളിപ്പിക്കില്ലല്ലോ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ആദ്യം ബേബി രാവിലെ തന്നെ ഇന്ന് അപ്പച്ചൻ വെള്ളം കുടിക്കണുണ്ടോ കപ്പിൽ. അപ്പോൾ ആ കപ്പ് എടുത്തോണ്ട് ഇതേ വെള്ളം എടുത്ത് കുടിക്കണ്ടേ. നമ്മൾ ഗ്ലാസ്സിൽ ബോട്ടിലിൽ നിന്ന് മാറ്റിയിട്ട് ഗ്ലാസ്സിലാണ് കപ്പിലൊക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. അപ്പം ഞാൻ ഇത്തിരി കൊടുക്കാറുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ചു കുടിക്കുക. അപ്പം എന്നിട്ട് സിരിസിൽ കയറ്റും. ഇപ്പം ആ കപ്പിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കളിക്കുക. ആരെ കളിക്കണ ആള്? അമ്മാവതേ ഇവിടെ മിറ്റടിക്കുന്നുണ്ട്. മാസ്കൊക്കെ വെച്ചിട്ടാട്ടെ, കാരണം പൊടിയും ഇതൊക്കെ അലർജിയാണ്. അപ്പോൾ മാസ്ക് വെച്ചിട്ട് അടിക്കലും പരിപാടികളൊക്കെ നിർത്താറ്. അമ്മാമ്മയ്ക്ക് വെള്ളം കൊണ്ട് ഇതേ പറഞ്ഞു. ഈശ്വര എന്തൊരു സ്നേഹമുള്ളത്. ഇതേ ബക്കറ്റിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വെച്ച് തുണിയിടൽ കഴിഞ്ഞിട്ട് ആ ബക്കറ്റ് ഇവിടെ വെച്ചു. അപ്പം ആ വെള്ളം എടുത്തിട്ട് അവൻ തുണിയിടൽ കഴിഞ്ഞ് ബക്കറ്റ് ഇവിടെ വെച്ചു. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് ബക്കറ്റിലേക്ക് വെച്ചു. പിന്നെ ഇത് അവിടെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് മേണ് എപ്പോഴും കളി. എന്നിട്ട് ആ വെള്ളമൊക്കെ മേത്ത് വയ്ക്കും. ഇത് കൊണ്ടുപോകണക്ക് കണ്ട. ആ പൈപ്പ് തുറക്കാൻ പോകുന്നത് അതാ. നീ എന്തിട്ട് കാണിക്കണം? നിനക്ക് പറ്റണ പരിപാടി നിനക്ക് ചെയ്താ പോരെ അല്ലേ? ആരിമനാ അമ്മച്ചിക്ക് എന്താ ഒരു കാര്യമില്ല. ഇവനെടുക്കണം. ഇവന് ചോറ് കൊടുക്കാൻ എടുത്തെടുത്തെടുത്ത് ഞാനെന്തപ്പോൾ വണ്ണം വയ്ക്കണേ. ഇവൻ ചോറ് തിന്നില്ല താനും. ഞാൻ അതിൻ്റെ ബാക്കി തിന്നുകയും ചെയ്യും. ഞാൻ ഇപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൽ രാവിലെ തന്നെ 2 പ്രാവശ്യം ചോറ് എടുക്കേണ്ടി വരും ഇവന് കൊടുക്കണമെങ്കിൽ. ഒരു ഉരുള കഴിച്ചാൽ കഴിച്ചു. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ അമ്മച്ചി പറയാം ചോറ് എടുത്ത് കൊടുത്തു നോക്കാം അവൻ കഴിക്കുന്നു. എനിക്കതിൽ ഒട്ടും പ്രതീക്ഷയില്ല. എൻ്റെ മോനല്ലേ. ദൈവമേ എന്തിട്ട് നീ കാണിക്കണതാ? ആ കുടിക്ക്. ആ എന്തെങ്കിലുമൊക്കെ കാണിക്ക. ആ ആ ആ ആ അതാ. എന്നിട്ട് അകത്തുനിന്ന് വെള്ളം എടുത്തോണ്ട് ഈ ബക്കറ്റിൽ വെച്ച് കുടിക്കുക. കുറച്ച് സോപ്പ് മിക്സ് ഉണ്ടാവും, നല്ലതാ, ഇളകിക്കോളും. ഡാ കഴിഞ്ഞപ്പോൾ അതേ മെറ്റലിട്ടു. കപ്പില് മെറ്റൽ വെറുക്കൽ പരിപാടി തുടങ്ങി. മെറ്റലെടുത്ത് കപ്പിലിടാം. ഇനി അതുകൊണ്ട് ബക്കറ്റിലേക്കിടും. അതിന് വേണ്ടിയിട്ട് കേൾക്കണ്ട. ഞാൻ പറയുന്നത് എത്ര കറക്റ്റാന്ന് നോക്കി. ആ അതന്നെ സൗണ്ട് കേൾക്കണ്ട. അതോ വണ്ടിയുടെ സൗണ്ട് കേൾക്കണ്ട. കാക്കരക്ക് ക്രാ 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 ക്രാ. കാക്കേനെ ഓടിപ്പിച്ചേ. അവിടെ ഇരുന്ന് എന്നെ ഇവൻ ഇവിടം വരെ എത്തിച്ചു. അതായത് ഇവിടെ കൊണ്ടുവന്നതേ ആളുടെ പരിപാടി നോക്കിയേ. എന്താ ചെയ്യാത്? ചെല്ല് ആദ്യം മറന്നുപോയാ. ഞാൻ ഇപ്പൊ പോവും. ആണ്ട് പൊന്നാണ്. ഇന്നെന്താ പറ്റിയ ചെല്ല്. ആരാ? ആദം ബേബി ഇതാരാ? ഇതാരത്? പാപ്പം കൊണ്ടുവന്നേക്കണത്. പാപ്പം. അപ്പാപ്പന്റെ പാപ്പം. ഇതെവിടുന്നത്? തിന്നു നീ നല്ലതാ കോലിമിഠായി. അയ്യോ അയ്യോ അയ്യോ. ഡാ 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 നീ എന്തിട്ടാ നോക്കണ? ഇതാരത്? ഇതാരെന്ന് മനസ്സിലായത് നിനക്ക്? അയ്യോ വേണ്ടേ മിഠായി? വേണ്ടേ? ഇഷ്ടായില്ലേ? കൂടുതലവന് ആ സാധനം ഊരി കളയാന മറ്റേ രാജഗിരിയിലെ ഡോക്ടർ പറഞ്ഞ. അതിന്റെ ആവശ്യമില്ല. അത് അവിടെ ചെന്ന് കഴിയുമ്പോ എല്ലാവരും ഊരിപ്പിക്കുക എല്ലാ സാധനങ്ങളും. ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും ചേട്ടാ.
അതാണ് മാറിക്കോളും വന്നിട്ടുണ്ടോ നീ പോണപ്പാപ്പൻ നീ പോണെന്ന് ചെല്ല് അതവിടെ കിടന്നോട്ടെ നീ പൊക്കോ നീ പോണ്ട അതാ ബൈ ബൈ see you എരുമേനെ കടന്നുള്ളപ്പ ഇനിയിപ്പൊ പോണാടുമ്പോ ഇപ്പൊ പ്രശ്നമാക്കാൻ അവന് ഇവര് പോകുമ്പോ അമ്മച്ചി പോകുമ്പോ കറിയും വെള്ളം ഞാൻ അവിടെ കുളിച്ചെന്റെ വെള്ളം കേട്ടാ ആ ബാഗ് എടുത്തല്ലേ കുട്ടോടി കുട്ടനെ കൊണ്ടുവരാൻ എന്തെന്ന് വെച്ചേ കുട്ടുനെ കുട്ടു സ്കൂളിൽ പോയിക്കണല്ലേ ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആരറിയണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുടക്കണോ ടി വി ഉണ്ടോ ഫോണും ഇല്ല എവിടെ വീണ്ടും എടുക്കണ് ആ ഷീറ്റ് ഇതില് ഗ്ലാസ്സിൽ തന്നെ കൊടുക്കാറ് ഇപ്പൊ വെള്ളം അതുകൊണ്ട് കൊടുത്തേ പക്ഷെ അതില് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മെറ്റലിടല് അങ്ങനത്തെ പരിപാടികളൊക്കെയാ അതൊക്കെ ചെയ്യൂര് പക്ഷെ വേറെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ആ ഹോസ്പിറ്റലിൽ സർജറി തന്നെയായിട്ട് പറഞ്ഞേക്കണേ അതിൽ മാറ്റമൊന്നുമില്ല സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അമ്മച്ചി അപ്പച്ചനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പോണില്ല ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് പോകണ്ടേന്ന് വെച്ചിട്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞു നീ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മച്ചി സമ്മതിക്കണില്ല അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് പോണില്ല അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ പോകില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആണ് എന്നോട് പോവാമെന്ന് പറഞ്ഞത് പക്ഷെ പോകണ്ടെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കണം പിന്നെ വേറെ ഒന്നും തീരുമാനമായിട്ടില്ല എന്തെങ്കിലും ചെയ്യണം കാരണം ഇവരെ 2 പേരെയും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും വീട്ടിൽ പിന്നെ ആരും ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും 2 പേരും കൂടി ഒരുമിച്ച് കറങ്ങി കഴിഞ്ഞാലേ ഒന്നാമത് ഇവർക്ക് വാശിയായിരിക്കുന്ന ടൈമാണ് ഇതേ വിളിക്കുന്നത് കണ്ടോ പുറത്തേക്ക് ചോറ് കഴിക്കട്ടെ അമ്മച്ചി വേണമെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ടേക്ക് ഫുഡ് കഴിക്കാൻ പോകേണ്ടി വരും കേട്ടോ അമ്മച്ചി എടുത്ത് കഴിച്ചു കുറച്ച് ചോറ് ഞാൻ അതിന് വെള്ളമെടുത്ത് ഒഴിച്ചു അമ്മച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ പോവാട്ടാ ഫുള്ള് ടെൻഷൻ ഫുള്ള് പ്രഷർ എന്ന് പറഞ്ഞതാ ഇടപെടാനത് ഇപ്പൊ പോണ കപ്പൂറിനെ ഞാൻ അപ്പച്ചന് വെള്ളം കൊടുത്തു പുറത്ത് ബാഗ് സാധനങ്ങളെല്ലാം ഇനി എന്തെങ്കിലും എടുക്കാത്തതുണ്ടെങ്കിൽ എന്തിട്ടാ എന്നിട്ട് എടുത്തോണ അതൊക്കെ എടുത്തുണ്ട് അതെല്ലാ സാധനങ്ങളും എടുത്തുണ്ട് അപ്പച്ച പൊക്കോ ടെൻഷൻ അടിക്കാണ്ടിരുന്നാൽ മതി ഷുഗറും പ്രഷറൊക്കെ കയറ്റാണ്ടിരുന്നാൽ മതി സമയത്ത് അമ്മച്ചോട് ഇത്തിരി ചോറുണ്ടോളാൻ പറഞ്ഞ ഞാൻ അവിടെ ഇത്തിരി അമ്മച്ചി തിന്നിട്ട് പോക്ക അത്ര എമർജൻസി ഒന്നും ഇല്ല 5 മിനിറ്റ് ഞാൻ അവിടെ ചെന്നിട്ട് ചോറിന് ഗുളികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പച്ചന്റെ ഗുളികയുടെ സ്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ റിസൾട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഗുളിക അതെന്തായാലും ഈ ഗുളികകൾ അവര് കഴിപ്പിക്കില്ല അവരവിടെ ചെല്ലുമ്പോ ഇഞ്ചക്ഷൻ പ്രാർത്ഥിച്ചിട്ട് പൊക്കോ കുഴപ്പമൊന്നുമില്ല ഒന്നും ഉണ്ടാവില്ല എന്റെ ദൈവമേ അതുറങ്ങാ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാ ബാഗ് അതിനെ കാണിക്കണ്ട അമ്മച്ചി അതൊക്കെ വേണമെങ്കിൽ അറിയും അമ്മിച്ചിയുടെ സ്ലിപ്പർ അമ്മിച്ചിയുടെ മറ്റേ ചെരുപ്പ് എടുത്തിട്ടാ അതല്ല തറയമ്മിടുന്ന ചെരുപ്പ് ഇട്ടാ കാല് മറിയിക്കാണ്ടിരിക്കാൻ ഇനി അടുത്ത അസുഖം കൊണ്ടുവരാ എടുത്തിട്ട് ഇങ്ങട് നിന്റെ ചെരുപ്പ് മറ്റേ ചെരുപ്പോ പൊന്നൂസ് എവിടെയാ
അതിന്റെ അപ്പുറത്തിരുന്നാ മതി, ചേച്ചിമുള്ള അപ്പുറത്തിരുന്നാ മതി. ബാഗ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ചാച്ചൻ്റെ എന്തെങ്കിലും കൊടുത്തയക്കാം. അല്ല എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇൻ കേസ് ഇല്ലെങ്കിൽ. MRIയുടെ റിപ്പോർട്ട് അതിൽ നീ വെച്ചിട്ടില്ലേ? ഞാൻ അറിഞ്ഞോണ്ട് പിള്ളേരെ നൂലൊളിപ്പിക്കില്ലല്ലോ. MRIയുടെ എടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ആ ഫോണിൽ കാണിച്ചു കൊടുത്താൽ മതി, പ്രിന്റ് ഇല്ല കേട്ടാ. ശരി, അവിടെ ഉണ്ടാവും റിപ്പോർട്ട് സ്കാനിന്റെ. അമ്മ പാടത്തേക്ക് പോയിക്കണേന്ന് പറഞ്ഞാ നന്നായിണ്ട്. അമ്മ പാടത്തേക്ക് പോകുമ്പോ ഇപ്പൊ വണ്ടി പോണ കാണും. അമ്മ എവിടേക്ക് പോയി? അങ്ങോട്ട് കയറി പോയാ? ചെലപ്പോ ഇങ്ങോട്ട് നീങ്ങിണ്ടാവും, ഇങ്ങോട്ട് നീങ്ങി പോയിണ്ടാവും. വണ്ടിയിൽ പോണാണ് പ്രശ്നം. ശരി ശരി. എവിടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, അവര് കണ്ടില്ല. അമ്മിച്ച് പോണണ്ടാവും കറിയും. പോവാട്ടാ. പോണ് അമ്മാമ ഇവിടെ ഒക്കെ ഉണ്ട്. അമ്മാമയും മഴ പൊടിക്കുന്നുണ്ട്. ഞാൻ അതും കൂടി പനിയും കൂടി കൊണ്ടായോ നീ? നിങ്ങളെടുക്കണേക്കാത്ത ബേബി. ഉണ്ണിയുടെ തുണികളോ? ഉണ്ണി എവിടെയാ? നമ്മുടെ അമ്മാമ എന്തിയേ? നമ്മുടെ അമ്മാമയോ? എന്തിനാ? പക്ഷെ ഈ തുണികള് നമുക്ക് ആവശ്യമുള്ളതല്ലേ, മുകളിലിട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അതിന്റെ മുകളിലേക്ക് ആരും കയറാറില്ല. അടിച്ചു മാറി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. അതിന്റെ മോള് ഏത് സ്ഥിതിയിലാണ് കിടക്കണേന്നുള്ളത് മുകളിൽ കേറിയാലേ അറിയുള്ളൂ. അപ്പച്ചനും അമ്മച്ചിയും പോയിട്ടാ. അവര് അപ്പച്ചനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ സർജറി വേണമെന്ന്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇന്ന് അഡ്മിറ്റ് ആവാണ്. അപ്പം അമ്മച്ചിയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പം അമ്മച്ചിയും അവരിപ്പോൾ കൊണ്ടാക്കിയിട്ട് അവർക്ക് എന്തോ പരിപാടി, ഷൂട്ട് എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ അവരും അങ്ങോട്ട് പോകും. അപ്പം അമ്മച്ചിയാണ് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോകണം. അപ്പം അമ്മച്ചി അവരൊക്കെ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ രണ്ടുപേരെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ അവിടുത്തെ അമ്മച്ചി വന്നിട്ടുണ്ട്. അമ്മച്ചിയാണെങ്കിൽ 2-3 ദിവസം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പോകണം. ഫുൾ ഡ്യൂട്ടീസ് അമ്മച്ചിക്ക് ഏൽപ്പിച്ചു. ഒരു ചടപടാന്ന് പറഞ്ഞു, അതായത് ഉച്ചയ്ക്ക് പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കുറച്ച് നേരത്തെ പറഞ്ഞു 11 മണിയാകുമ്പോൾ പോകണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വേഗം വന്നു. അമ്മച്ചിയാണെങ്കിൽ ഫുഡ് വരെ കഴിക്കാണ്ട് ഓടിപ്പടഞ്ഞ് പോയേക്കണേ. ഒരു വിധത്തിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തിട്ടാണാവോ, ദൈവത്തിനറിയിഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്താ. അപ്പച്ചനെ നോക്കാൻ പോയിട്ട് അമ്മച്ചിക്ക് വയ്യാണ്ടാവുമെന്ന് എനിക്ക് പേടി. അമ്മച്ചിക്ക് ഓരോ വയ്യായികളുള്ള കാരണേ. ആദം ബേബി കണ്ടില്ല. ആദം ബേബിനെ അമ്മച്ചി ആ പാടത്തേക്ക് അങ്ങോട്ട് ആ സൈഡിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് കണ്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടി കുറുക്കി കറഞ്ഞേനെ. കാരണം അമ്മാമ്മയുടെ പിന്നാലെയുള്ള നടക്കാൻ നിക്കണവിടെ. നമ്മുടെ അമ്മാമ്മ പോയി. ഈ അമ്മാമ്മ ഞാൻ ആദം ബേബിനെ നോക്കണേ. അങ്ങൊക്കെ എടുത്തു വെക്കാം. അമ്മാമ്മയുടെ നൈറ്റി എടുത്തു വെക്കോടെ. അവിടെ വെക്കി കൊണ്ടാ. സംഭവം അമ്മിച്ച് പോയിപ്പോ എന്തോ ഇവിടുന്ന് പോയ പോലെ. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ട. നാളെ അപ്പച്ചന് സർജറി. ഇപ്പൊ ഷുഗർ കുറച്ച് കൂടുതലുള്ള കാരണം നമുക്ക് ഷുഗർ നോർമലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഷുഗർ നോർമലാക്കിയിട്ട് നാളെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചുകൾ വരുമെന്ന് നമുക്കറിയില്ല. എനിക്കാണെങ്കിൽ പോകാൻ പറ്റില്ല. ഇതുവരേക്കുള്ള എല്ലാ അമ്മിച്ചർ സർജറി ചെയ്യണമെങ്കിലും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ പോയി നിൽക്കാറ്. പക്ഷെ ഇപ്പം എനിക്ക് 2 പിള്ളേരിട്ട് പോവാൻ പറ്റാണ്ടായതുകൊണ്ടാണ്. ഞാൻ എന്നാലും അമ്മച്ചോട് പറഞ്ഞു കേട്ടാ, ഞാൻ ഉണ്ണിക്ക് ലാക്ടോജനെ കൂടെ. പക്ഷെ ആദം ബേബി സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. ലാക്ടോജൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ പോയി നിന്നോളാം, അമ്മച്ചോട് നിന്നോളാം. പക്ഷെ അപ്പോൾ കുഴപ്പമില്ല, ദൈവം ഇതിനേക്കാളും വലുതെന്തെങ്കിലും വെച്ചേക്കണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും അവസാനിപ്പിച്ചതെന്ന് വിചാരിക്കുകയാണ്. ഇപ്പം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക. കുഴപ്പമൊന്നും ഇല്ലാണ്ട് അപ്പച്ചൻ സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പച്ചന് നല്ല ടെൻഷനുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കണില്ല എന്നുള്ളൂ. എനിക്കറിയാം നല്ല ഉള്ളിൽ ടെൻഷനുണ്ട്. കാരണം ഞാൻ 3 മണിക്കൊക്കെ ഉണ്ണീനെ ഓർക്കാനോ ഒക്കെ ഇരിക്കുമ്പോൾ അപ്പച്ചൻ ഫോൺ നോക്കിയിരിക്കല്ലോ രാത്രി. അമ്മച്ചിക്കായിരുന്നു തുണികളെടുത്ത് ഇടലി പരിപാടി. ഇപ്പോൾ വരന്തരപ്പിള്ള അമ്മച്ചിക്കായി പരിപാടി. വീണ്ടും പോകുന്നുണ്ട്. വീണ്ടും മഴ പൊടിയിരുന്നു. വീണ്ടും പോയി. ആദം ഈശോയെ, അതില് വെള്ളമുണ്ട്. നിനക്ക് പാല് തരാം.
വെച്ചിട്ടുണ്ട് അവിടെ. എന്തിട്ട് കാണിക്കണേ കുഞ്ഞു. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും. കണ്ടാ ആ മേത്ത് കൂടെ എൻ്റെ മേത്ത് കൂടെ വെള്ളം ഒഴിച്ചു. നിന്റെ പോയടാ കീറി. പുറത്ത് കയറാൻ വലിയ താല്പര്യമുള്ളവനല്ല, ഇങ്ങനെ പുറത്ത് നടക്കണല്ലേ. ആ എന്നാ കപ്പ് ഇന്ന് രാവിലെ തുടങ്ങി. ആ എവിടേക്കാ? പുറത്തിലൊരു കപ്പ് വെള്ളമില്ല കേട്ടാ. പുറത്ത് ഒരു വെള്ളവും ഇല്ല കേട്ടാ അവിടെ. എന്തിട്ട് പൊന്നോ ഇതില് വെള്ളമൊന്നും ഇല്ല. അമ്മാമ്മോട് എടുത്തുതരാൻ പറ. ചെല്ല് അമ്മാമ്മോട് എടുത്തുതരാൻ പറഞ്ഞ. അമ്മാമ്മോട് കാലത്ത് തുടങ്ങി അവന്റെ വെള്ളം പിടിക്കല. ഇപ്പൊ വീണ്ടും കൊണ്ട് നടക്കാൻ രണ്ടും പട്ടിയാ. എന്തിട്ടൊക്കെ കാണിക്കണ നീ കുഞ്ഞോ. കുട്ടിയിലെ അമ്മാമ്മക്ക് ഉണ്ടാ. ഇത് എന്തിട്ട് മീൻ ചൂരല്ലേ ഇത്? അമ്മിച്ചി മീൻ കറി വെക്കാൻ മീനെടുത്ത് പുറത്ത് വെച്ചു. പക്ഷേ നടന്നില്ല. എന്താ പ്രശ്നം എന്നിട്ട് പറയാ, ഷെഡേന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് ഒന്നും നടന്നില്ല. ചോറും വെച്ചു അത് ഊറ്റാൻ പറ്റില്ല. എൻ്റെ ലാസ്റ്റ് ഞാനത് എടുത്ത് ഊറ്റിയിട്ട് അമ്മച്ചിന് ചോറ് കൊടുത്തിട്ടാ പറഞ്ഞു കേട്ടെ. അതിലൊഴിച്ചോ അമ്മാമ്മയുടെ പഴയ ഫോൺ കടിച്ചു പിടിച്ചാടിയിട്ടാ അതിനെ. ഞാൻ വേണമെങ്കിൽ വറ്റിക്കാം. ഇതൊന്നും ചെയ്യാനില്ല. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് കിട്ടും. നമുക്ക് നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. മീനെടുത്തോ ഇപ്പൊ വൈകുന്നേരത്തേക്ക് കൊടുത്തൂടെ? നാളെ രാവിലത്തേക്ക് കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. ആദ്യം ബേബിക്ക് മീൻ കൊടുക്കാലോ. ഇറച്ചി കൊടുക്കാൻ പറ്റില്ല, മീൻ കൊടുക്കാം. അവൻ കഴിച്ചോളും മീൻ. അപ്പച്ചൻ ചോറിനിട്ട് പോവുള്ളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുള്ളെടുത്ത് വെച്ചതാ. ഇവനെടുക്കാന് പാപ്പ വേണ. എന്നിട്ട് പാപ്പ വേണ്ട? പാപ്പ വേണ? പാലിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുപ്പി എവിടെയാ? എന്നിട്ടാ നെല്ലിക്ക് എന്നിട്ട് ചോദിക്കണ നീ? പാപ്പണോ നെല്ലിക്ക കായ വറുത്ത് എന്നിട്ടൊക്കെ കൊണ്ടുവന്നേക്കണ. അതാ പാപ്പൻ നോക്കിയാ? അപ്പാപ്പ മിക്സർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടത് കായ വറുത്തതല്ലേ? കായ വറുത്ത കപ്പലണ്ടി മിഠായി, പഴംപൊരി. ഇപ്പൊ അവൻ ഈ സാധനം തിന്നു, ഈ മഞ്ഞ സാധനം. അത് കഴിഞ്ഞപ്പോ അവൻ ഇപ്പൊ കായ വറുത്തത് വേണം. എല്ലാ പാക്കറ്റും ടെസ്റ്റിങ്ങിന് ലാസ്റ്റ് കവറിൽ പണിയെടുക്കാനുമാണ്. കൊച്ചിന് വീട്ടില് പുതിയ ഒരാളെ കിട്ടിയപ്പോ കൊച്ചിന് നോർമൽ ഇതിലേക്കായിട്ടാ. അല്ലെങ്കിൽ എന്താ അമ്മാമേനെ എടുപ്പിക്കുക, എന്നെ എടുപ്പിക്കുക. ഇപ്പൊ അവനൊരു കുഴപ്പമില്ല. പാപ്പ നിന്ന് നടക്കണവൻ മാന്യൻ അല്ലടാ. ചിരിക്കണോക്ക്. നീയാണോ ഉണ്ണി? അമ്മ ഉറക്കം അങ്ങനെ എടുത്തോണ്ട് ഉറക്കണം. പിന്നെ എടുത്തോണ്ട് വരേണ്ടി വരും. പാമ്പിന്റെ പാമ്പാ. അയ്യടാ ചട്ടിക്ക് മീൻ വറ്റിക്കാൻ വേണ്ടിട്ട് അടുക്കള വേറെ ആള് കൈമാറിയേക്കണ. അതും സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേന്നുള്ളത് അമ്മച്ചിക്ക് ഒരു ഐഡിയ ഇല്ലേ. ഇപ്പൊ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. അമ്മച്ചിക്കെല്ലാം അറിയുള്ളൂ എല്ലാ കാര്യങ്ങളും. നമ്മുടെ മീൻകറി റെഡി ഉണ്ട് കേട്ടോ. ചൂര ഉണ്ടത് അമ്മച്ചി കുടപ്പോളിട്ട് വറ്റിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കാം. വേറെ പ്രത്യേകിച്ച് നമുക്ക് പരിപാടികളൊന്നും ഇല്ലല്ലോ. ആദം ബേബി ഇതേ ഉറങ്ങിയിട്ടുണ്ടാ. ആദം ബേബി ഉറങ്ങിയേക്കാം, രണ്ടുപേരും ഉറങ്ങിയേക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനും അമ്മച്ചി മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ആരും ഇല്ല. അപ്പച്ചനും അമ്മച്ചിയൊക്കെ പോയി. ഇനിയിപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അതുവരെ നമ്മുടെ അമ്മച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ എന്നിട്ടാണ് അപ്പോൾ രണ്ടുണ്ണികളുടെ കാര്യങ്ങളും എല്ലാ ഡ്യൂട്ടീസും അമ്മച്ചിക്ക് തന്നെയാണ്. ചെരുപ്പട് എന്നാലും അമ്മ കൊണ്ടുപോകുള്ളൂ. കൂർക്കൻ കൊണ്ടോട്ടതിന് കുറുക്കൻ. അവന് രണ്ടുണ്ടാണ് പേടി കുറുക്കനെ. മറ്റവനാണെങ്കിൽ ഓടിച്ച് കയറി തന്നെ. ഉണ്ണീന് വേണാ? ഉണ്ണീനെ അമ്മ അവിടെ കൊടുക്കണ. ഇവിടെ കള്ള നീ ആൾക്ക് കൊള്ളാലോടാ കുർണി. അതൊക്കെ പറയാ, അതേ പറയുള്ളവൻ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.